അൽഫോൻസ് പുത്രൻ അവരൊന്ന് ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോ. പിന്നെ അർജുന അശോക്, പിന്നെ ഉബൈദ് ഇബ്രാഹിം. ചാനൽ ടീച്ചറിന്റെ എല്ലാ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാനിങ്ങനെ കൈകൊണ്ട് താളം കൊട്ടുന്നത് നിങ്ങൾ കേട്ടല്ലോ, ഇത് എൻ്റെ താളമല്ല. ഈ കൈകൊണ്ട് താളം കൊട്ടി വൈറലായ ഒരാളുടെ അടുത്താണ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത്. പേര് പോലെ തന്നെ, അതായത് ചില ആളുകളുടെ പേര് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, ഈ പേരുള്ള ആള് മലയാളികൾക്ക് എപ്പോഴും സുപരിചിതനായൊരു ഭയങ്കര പ്രശസ്തനായിട്ടുള്ള ഒരാളുടെ പേരാണ് ഈ ഒരു കലാകാരന്. കാസർഗോഡുകാരനാണ്. ഇപ്പോൾ ഇൻസ്റ്റയിൽ വൈറലായിട്ടുള്ളത് ഇദ്ദേഹത്തിൻ്റെ വീഡിയോ ആണ്. ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു മണി. അതാണ് ഞാൻ പേര് പറഞ്ഞത്. മണി, നമസ്കാരം. മണി, നമസ്കാരം. ഇതാണ് മണി അല്ലേ? അപ്പം മണി എനിക്ക് തോന്നുന്നു കാസർഗോഡുകാരനാണ്, ഒപ്പം തന്നെ ഒരു ഗംഭീര കലാകാരനാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു അധികം ആരും ചെയ്യാത്തൊരു കാര്യമാണ് ചെയ്യുന്നത് അല്ലേ? നമുക്ക് ആ ഇതൊന്ന് കേൾക്കാമല്ലോ. ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾ വെച്ച് നമ്മളൊക്കെ ഇങ്ങനെ വെറുതെ കൈ കൊണ്ട് അടിച്ചാൽ പോലും ആ ശബ്ദം വരത്തില്ല. എങ്ങനെയാണ് ഇതിൻ്റെ ഒരു തുടക്കം? എങ്ങനെയാണ് തുടക്കം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞ ഒരു ബാത്റൂം തോട്ടാണ്. ഇങ്ങനെ വന്നു എന്ന് പറയാൻ പറ്റൂല. പിന്നെ എനിക്ക് മ്യൂസിക്കോട് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും യൂണിക്കായിട്ട് ചെയ്യണമല്ലോ എന്ന് വെച്ചിട്ട് ഇത് ഒന്ന് ട്രൈ ചെയ്തു. പിന്നെ അപ്ലോഡ് ചെയ്തു ഇൻസ്റ്റാഗ്രാമിൽ, അത് ക്ലിക്കായി. അങ്ങനെ ഇതൊക്കെ പെട്ടെന്ന് വൈറലായതാണ് മണിയല്ലേ? അപ്പോൾ എങ്ങനെയാണ് വീട്ടുകാരുടെ ഒരു പ്രതികരണമൊക്കെ എങ്ങനെയാണ് മണിയുടെ? വീട്ടിൽ ഭയങ്കര സപ്പോർട്ടാണ്. അവർ പൊതുവെ ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെ യൂസ് ചെയ്യാത്ത ഒരു ഫാമിലിയാണ് നമ്മളുടെ. അപ്പോൾ അവർക്ക് ഒരുപാട് സന്തോഷം. ഞാൻ വീഡിയോസൊക്കെ കാണിച്ചിട്ട് ഇങ്ങനെ ലൈക്ക് വരുന്നുണ്ട്, വ്യൂസ് വരുന്നുണ്ട് എന്നെല്ലാം പറയുമ്പോൾ അമ്മക്ക് ഭയങ്കര സന്തോഷം, വീട്ടിൽ ഭയങ്കര സന്തോഷം. ഇപ്പം ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ആരാണ് മണിയെ? ഏറ്റവും കൂടുതൽ എനിക്ക് ഭയങ്കര സപ്പോർട്ട് നിൽക്കുന്നത് എൻ്റെ ഫ്രണ്ട്സ് തന്നെയാണ്. കാരണം ഇതിൻ്റെ ഞാനിപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് തൊട്ട് ഇപ്പോൾ ലൈക്സ് ഒരുപാട് കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് മൊത്തം ഫ്രണ്ട്സാണ്. അപ്പോൾ എനിക്ക് കുറേ ഫ്രണ്ട്സ് ഗ്യാങ്ങിലുള്ളതുകൊണ്ട് അവർ ഭയങ്കര സപ്പോർട്ടാണ്. ഇപ്പോൾ ഇങ്ങനെ സെലിബ്രിറ്റി ആയി, അവരുടെ ഇടയിൽ സെലിബ്രിറ്റി ആയി, അങ്ങനെ ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ കളിയാക്കുന്നെങ്കിലും അവർ തന്നെയാണ് ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നത് എനിക്ക്. മണി വരുന്ന കാസർഗോഡ് നിന്നാണ് അല്ലേ? കാസർഗോഡ് മുളിയായിരുന്നു. അതായത് കേരളത്തിൻ്റെ അറ്റത്താണ്. അതെ. എനിക്ക് തോന്നുന്നു പണ്ട് കാലത്തൊക്കെ കലാകാരന്മാർ രക്ഷപ്പെടണമെങ്കിൽ കൊച്ചിയിലേക്കാണ് വരുന്നത് അല്ലേ? സിനിമാ മോഹം എന്നൊക്കെ പറഞ്ഞ് കൊച്ചിയിലേക്കാണ് വരുന്നത് നമ്മൾ കാണാറുള്ളത്. പക്ഷേ ഇപ്പോൾ നമുക്ക് കഴിവും സ്വന്തമായിട്ട് ഒരു ഫോണും ഉണ്ടെങ്കിൽ നമുക്ക് രക്ഷപ്പെടാം. അതിനൊരു ഉദാഹരണമാണ് മണി. അപ്പോൾ ഒരുപാട് കമൻറ്റ്സ് വരുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. ഒരുപാട് പേര് കമൻറ്റ്സ് ചെയ്യുന്നതാണ്, നിൻ്റെ ചിരി അടിപൊളിയാണെന്ന് പറഞ്ഞിട്ട്. എന്താണ് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കാനുള്ള കാരണം? എന്താണ് ഇങ്ങനെ ചിരിയുടെ കുട്ടൻസ് എല്ലാം ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഹാപ്പി ആയാലും ബാക്കിയുള്ളവർ ഹാപ്പി ആവുമെന്നുള്ളൊരിതുണ്ട്. പിന്നെ അതുമല്ലാണ്ട് ഞാൻ ഒരു ലോക്കോമോട്ടർ ഡിസബിലിറ്റി പേഴ്സണാണ്. സമൂഹത്തിലിപ്പോൾ ഡിസബിലിറ്റി പേഴ്സൻ്റെ മാതാപിതാക്കളെല്ലാം കുറച്ച് ബാക്ക്വേർഡ് നിൽക്കുന്നുണ്ട്. അതായത് കുട്ടികൾക്ക് കഴിവില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷേ എപ്പോഴും അവർക്ക് നല്ല കഴിവുണ്ടാവും. കുറേ ഇപ്പോഴത്തെ കുട്ടികളെല്ലാം പറയുന്നത് ഒരുപാട് കഴിവുണ്ടാവും കുട്ടികൾക്ക്. അപ്പോൾ ഞാനിതൊരു കുറവായിട്ട് കാണുന്നില്ല. കാരണം എൻ്റെ ഒരു ഐഡൻറ്റിറ്റി ആണ് ഇത് എന്ന് ഞാൻ പറയും. വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ചേർത്ത് പിടിക്കുന്നത് സപ്പോർട്ടൊക്കെ ചെയ്യുന്ന ആരാണ്? ഏട്ടൻ ഭയങ്കര സപ്പോർട്ടാണ്. ഞാൻ എല്ലാ വീഡിയോസും ഏട്ടൻ അയച്ചു കൊടുക്കും. അപ്പോൾ അവൻ ഓക്കെ പറഞ്ഞാലേ ഓക്കെ. അത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ വീട്ടിലെല്ലാവരുടെ അടുത്തും ഞാൻ പറയും. എന്തായാലും ഇന്ന് നമ്മൾ പരിചയപ്പെട്ടത് മണിയുടെ വിശേഷങ്ങളാണ് അല്ലേ? മണി, എനിക്ക് തോന്നുന്നു ഒരു കലാകാരൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മുഹൂർത്തം എന്ന് പറയുന്നത് നമ്മൾ അംഗീകരിക്കപ്പെടുമ്പോഴാണ് അല്ലേ? അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ മണി പറഞ്ഞു, മണിയുടെ ജീവിതത്തിലുണ്ടായ ഒരുപാട് അനുഭവങ്ങളൊക്കെ പറ്റി പറഞ്ഞു. പക്ഷെ എന്തായാലും ഇനി മുന്നോട്ട് പോകാനാണ് ആഗ്രഹം. എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? ഹാപ്പി ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവുക. നിങ്ങളെ കഴിവ് നിങ്ങൾ കണ്ടെത്തിയിട്ട് അതൊന്ന് ഇമ്പ്രൂവ് ചെയ്യുക. എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവും.